ഒരിക്കലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് സ്റ്റോക്കുകളൊന്നും വേണമെന്നില്ല. എപ്പോഴും ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടർ ആണ് നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. നമ്മൾ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ ഡൈവേഴ്സിഫൈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറയും. അത് കൂടാതെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ എല്ലാ സ്റ്റോക്കുകളുടെയും റിസൾട്ട്സ് ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ടഫായിട്ടുള്ള ജോബാണ്. അത് കൂടാതെ പുതിയ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഈ സ്റ്റോക്കിനെ കുറിച്ചൊരു ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇമ്പാക്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനൊരു സ്റ്റോക്കിന് ഇങ്ങനൊരു പ്രശ്നം വന്നു, അന്നേരം തന്നെ ഈ സ്റ്റോക്ക് ഒരു 20-30% താഴെ പോയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓവർ കോൺസെൻട്രേഷനാണ്. നമ്മളൊരു 5 to 10 സ്റ്റോക്സ് മാത്രമേ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും ആ സ്റ്റോക്സ് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓവർ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു അവസരം കിട്ടില്ല. കാരണം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഒരു പരിധി കഴിയുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റോക്കുകളുടെ പേരുകൾ പോലും ഫോർഗെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ധാരാളമാണ്. ഈവൻ വാറൻ ബഫറ്റിൻ്റെ ആയിക്കോട്ടെ, പീറ്റർ ലിഞ്ചിൻ്റെ ആയിക്കോട്ടെ, മോർ ദാൻ 20-25 സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സമയത്ത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സമയങ്ങളിൽ വാറൻ ബഫറ്റിൻ്റെ ആയിക്കോട്ടെ, പീറ്റർ ലിഞ്ച് ആയിക്കോട്ടെ, ഇവരെല്ലാം പറയുന്നത് 10 to 15 അല്ലെങ്കിൽ 20 സ്റ്റോക്കുകൾ തന്നെ ഇന്നഫാണ്. മിനിമം നമ്മളൊരു റീറ്റെയിൽ പോലുള്ള ആളുകളായതുകൊണ്ട് മിനിമം ഒരു നല്ല 10 സ്റ്റോക്കുകൾ മതി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നല്ലൊരു കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനുമെല്ലാം. നമുക്ക് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരാവശ്യവുമില്ല നമ്മുടെ പോർട്ട്ഫോളിയോയിൽ. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക.